2024 ഡിസംബർ 1 നല്ലൊരു ഞായറാഴ്ച. അത്യാവശ്യം മഴയൊക്കെ ഉള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് വൈകുന്നേരമായിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത്. ഇന്നെൻ്റെ കൂടെ കാഞ്ഞാണിയും പങ്കും മാത്രമേ ഉള്ളൂ കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാങ്ങിലുള്ള ബാക്കി പിള്ളേരോട് നമുക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പോകാം, ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ച് പോരാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ താല്പര്യമില്ലാത്ത പോലെ തോന്നി. താല്പര്യമില്ലാത്തവരെ നിർബന്ധിക്കുന്ന സ്വഭാവം നമുക്ക് പണ്ടേ ഇല്ലാത്തതുകൊണ്ട് വീണ്ടും പഴയ പോലെ ഞാനും കാഞ്ഞാണിയും പങ്കും മാത്രമായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള മുട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. മുട്ടുകാടിനെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് തവണ നമ്മളിവിടെ വന്നിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് ആളുകളുടെ റീൽസിലും ഫോട്ടോഷൂട്ടിലൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സ്പോട്ടാണ് മുട്ടുകാട്. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വരുമ്പോൾ ആ പഴയ 90s 80s കാലഘട്ടത്തിൻ്റെ ഒരു ഫീല് നമുക്ക് കറക്റ്റ് കിട്ടും. എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി വരാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കാണുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഞങ്ങളവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഈ ചെറിയ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നു. ഈ പ്രകൃതി ഭംഗിയെ സാഹിത്യപരമായിട്ടൊക്കെ എനിക്ക് വർണ്ണിക്കണമെന്നുണ്ട്. പക്ഷേ അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിനൊന്നും മുതിരുന്നില്ല. എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആ പഴയ 90s 80s വൈബ്സ് ഒക്കെ നമുക്കൊന്ന് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്നു. എന്തോ ഭാഗ്യം കൊണ്ട് അത്ര നേരം മഴയൊന്നും പെയ്തില്ല. പക്ഷേ മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങിയപ്പോൾ പോയേക്കാന്ന് വിചാരിച്ച് നമ്മൾ വണ്ടിയെടുത്ത് നേരെ ഫ്രണ്ടിലോട്ട് പോയി. ആ പൊടിമഴ ഒരു പെരുമഴയായത് വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ മഴയത്തൊരു ചായ കുടിച്ചേക്കാന്ന് പറഞ്ഞപ്പോൾ പങ്ക് പറഞ്ഞു ചായ വേണ്ട, കുറച്ച് ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് ബൈസമ്മാലിലുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറി. വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് അവിടെ വർക്ക് ചെയ്യുന്നില്ല. ഇതിരുന്ന സ്ഥലത്ത് സ്പൈസസോ ഡ്രയറോ അങ്ങനെ എന്തോ ഒരു കടയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം മഴ മാറിയിട്ടുണ്ട്, പക്ഷേ റോഡിൽ മൊത്തം നല്ല മഞ്ഞ് കയറിയിട്ടുണ്ട്. ഈ മഞ്ഞിനിടയ്ക്കോടെ കാഞ്ഞാണിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. കുഞ്ഞിലെ ഞാൻ സ്കൂൾ മാറി 8ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ എനിക്ക് കിട്ടിയ കൂട്ടുകാരനാണ് കാഞ്ഞാണി. അന്ന് തൊട്ട് കാഞ്ഞാണി എൻ്റെ കൂടെയുണ്ട്. അധികം താമസിയാതെ പങ്കും ഞങ്ങളുടെ കൂടെ കൂടി. പിന്നെ ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ഈ നാട്ടിലൂടെ നടന്നതും ഒരുപാട് തമാശകൾ പറഞ്ഞതും ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്തതും. ആ ഒരു പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ ഇതുമായിരുന്നു ഇന്ന് ഞങ്ങൾ 3 പേര് മാത്രമുള്ള ഈ ഒരു ചെറിയ ഔട്ടിങ്. അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ പോയ ഈ ചെറിയൊരു ട്രിപ്പ് അത്ര ബോറൊന്നും ആയിരുന്നില്ല, വൈബ് തന്നെയായിരുന്നു. ഇന്ന് കാണുന്നത് നമ്മുടെ ഗ്യാങ്ങിൻ്റെ സ്റ്റാർട്ടിങ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ 3 പേരിൽ നിന്നായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ കൂടെ നമ്മുടെ പുതിയ പിള്ളേരൊക്കെ കൂടി ഇപ്പോൾ കാണുന്ന ആ ഒരു ഗ്യാങ് ആയിട്ട് മാറിയത്. എൻ്റെ ഗ്യാങ്ങിലുള്ള എല്ലാവരും എനിക്ക് സ്പെഷ്യലാണ്, പക്ഷേ ഇവർ രണ്ടുപേരും എനിക്ക് എക്സ്ട്രാ സ്പെഷ്യലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി എപ്പോഴെങ്കിലൊക്കെ കാണാം.